മുസ്ലിം സ്ത്രീകളെ ഇപ്പോൾ ഇസ്ലാം മത പുരോഹിതർക്ക് അവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറയുന്ന നിയമങ്ങൾ പറഞ്ഞിട്ട് തളച്ചിടാൻ പറ്റുന്നില്ല. അതായത് അവരുടെ മതനിയമങ്ങൾ അംഗീകരിക്കാനോ അനുസരിക്കാനോ വിശ്വാസികൾ തയ്യാറല്ല. ജിഷാദെ ഹായ്. ഇവരെ കുറെ കാലങ്ങളായി നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വസ്ത്രധാരണത്തിൽ, ഭക്ഷണത്തിൽ, മനുഷ്യന്റെ എന്തിനേറെ ഒരു സ്ത്രീയുടെ സകലമാന സ്വകാര്യതകളിലും കയറി ചെല്ലുക എന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവരെ നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇറാനില് മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു 21-കാരിയെ എന്തിനായിരുന്നു ഇവർ അടിച്ചു കൊന്നത്? ശരിയാവണ്ണം തലമറച്ചില്ല, ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി. ഇതാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. അതിന് അവര് കൊടുക്കേണ്ടി വന്ന വിലയോ അവരുടെ ജീവൻ. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പീഡനങ്ങൾ ആ പെണ്ണൊരുത്തി ഏറ്റുവാങ്ങി. മുടി മുറിച്ചു, ജീവനോടെ മൂക്ക് മുറിച്ചു, അടിവയറ്റിൽ ചവിട്ടി. ഒരൊറ്റ കാരണം, മത നിയമം അംഗീകരിച്ചില്ല. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കണ്ടു, ഓണത്തിന് ഫോട്ടോ എടുക്കരുത്, അത്തപ്പൂക്കളം ഇടരുത്, തിരുവാതിര കളിക്കരുത്, ഓണാഘോഷത്തിൽ പങ്കുചേരരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകൾ എന്തു ചെയ്തു? ശരിയെന്നാ, നമ്മുടെ മതം ഇതാണ് പറയുന്നത്, അതുകൊണ്ട് തൽക്കാലം നമുക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞവർ ഒതുങ്ങിയിരിക്കാൻ തയ്യാറായോ? ബൈക്ക് ഓടിച്ചു പെണ്ണുങ്ങള് ബുള്ളറ്റ് ഓടിച്ചു, സെറ്റ് സാരിയും ഉടുത്ത് മുല്ലപ്പൂവും ചൂടി അവര് ഇസ്ലാമിക ഗാനമാലപിച്ച് അവര് തിരുവാതിര കളിച്ചു. ഇവർക്ക് ഏത് രൂപത്തിലാണ് മുസ്ലിങ്ങളെ പരലോകം, സ്വർഗം, നരകം, അയ്യോ ഇരുമ്പ് ദണ്ഡുമായിട്ട് വരുന്ന മലക്കുകള് കഴിയില്ല, പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം എന്താ? ഈ മതം സ്ത്രീകളുടെ മേൽ ഒരുപാട് മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നു. സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. ഇപ്പൊ നമുക്കറിയാം, ജസ്ന സലീം എന്ന യുവതിയെ സംബന്ധിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അവരെ 5 നേരം നമസ്കരിക്കുന്നു എന്ന് അവര് പറയുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? കണ്ണന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്നു. ഞാൻ 140 കിലോമീറ്റർ യാത്ര ചെയ്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 140 കിലോമീറ്റർ സഞ്ചരിച്ച് ഗുരുവായൂരിൽ എത്തുന്നത് വെറുതെയല്ല, 30 സെക്കൻഡ് റീൽസ് എടുക്കാനല്ല, ഭക്തി കൊണ്ട് തന്നെയാണ് എന്ന് അവര് തന്നെ രേഖപ്പെടുത്തി. ശരി, ഇവർക്ക് ഒരു പക്ഷേ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഇനി അവരുടെ വിഷയത്തിൽ ഇവരിടപെട്ട് സംസാരിച്ചപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചത് എന്നറിയാമോ? അതേപോലെ തന്നെ മറ്റൊരു യുവതി മുല്ലപ്പൂവ് വാങ്ങുന്നു, തലയിൽ വെക്കുന്നു, കുറച്ച് മുല്ലപ്പൂവ് ഒരു വാഴയിലയിൽ പൊതിഞ്ഞു വാങ്ങിക്കുന്നു, എന്നിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്നു, റീൽസ് എടുക്കുന്നു. ഇതാ കണ്ടോ, സൗണ്ട് ഇടുന്നില്ല, അവരൊരു സിനിമാ പാട്ടിന്റെ മ്യൂസിക്കാണ് കേട്ടിരിക്കുന്നത്, നോക്കിക്കോ. ചോദിക്കട്ടെ,
നാളെ ഇനി ഉണ്ട് കേട്ടോ, കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചു. ഒരു ജസ്നയല്ല. നമുക്കറിയാം, യൂട്യൂബിലൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പണമുണ്ടാക്കാൻ ഇറങ്ങിയ ഒരു യൂട്യൂബ് ഹാജി ഇന്ന് ബംഗാളിലെ ആളുകളെ ബോധവൽക്കരിച്ച് അവരെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം മറ്റൊരു ഹാജിയാരിറങ്ങി, ഞാൻ എൻ്റെ വീട്ടിലെല്ലാം ഖുർആൻ ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കൊരു 15 ലക്ഷം രൂപ കടമുണ്ട്, ആ ബാധ്യത നിങ്ങൾ തീർത്തു തന്നാൽ ഞാനും ഹജ്ജിനിറങ്ങാം. ഇവളെ തീർക്കാൻ കേരളത്തിൽ ആരുമില്ലേ? ഇല്ലെങ്കിൽ പറ, കർണാടക ഉണ്ട്, ആൺകുട്ടികൾ ആണോ? ഓ, കർണാടകയിൽ ആൺകുട്ടികളാണുള്ളതല്ലേ? അത് കൊള്ളാലോ. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടേ വാളും വടിയുമായിട്ട് ആളിറങ്ങിയേക്കാണ്. ശരിയെന്നാ, കർണാടകയിൽ നിന്നും ആൾക്കാർ ഇറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഒരു വൈകാരികതകളെ നോക്കണം. അപ്പോ യൂട്യൂബ് ഹാജികള് വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതുപോലെ കണ്ണന്റെ ചിത്രം വരച്ചപ്പോൾ ഭയങ്കരമായ ആക്ഷേപം, പ്രയാസം. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത പെണ്ണുങ്ങൾ ഇറങ്ങി. നാളെ പർദ്ദയും മക്കനയും ഇട്ട് ഹിജാബും ധരിച്ച ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് കയറണമെന്നും എനിക്ക് അവിടെ നിന്ന് റീൽസ് എടുക്കണം, വീഡിയോ ചെയ്യണം, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കാൻ എനിക്ക് മുസല്ല ഇടണമെന്നും പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഗോൾഡൻ ജസ്നയെ മോശപ്പെടുത്തി വീഡിയോ ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ മേഡം? നോ, ആരും ആരെയും മോശപ്പെടുത്തിയിട്ടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടുന്ന സമയത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എന്തേ കുഴപ്പം? രണ്ടു മതവിശ്വാസികളെയും ഒന്നുപോലെ പറ്റിക്കുന്ന കപട ഭക്തയെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ബാധ്യതയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരായി തന്നെ ഇരിക്കും. അതിൽ നിന്ന് ഞാനും നിങ്ങളും ആരും വ്യതിരിക്തമല്ല, രക്ഷപ്പെടത്തില്ല. അപ്പൊ ഇവര് സ്ത്രീകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നോക്കിയോ, അടുത്തത് പുതിയനോ ആണേ. മ്യൂസിക് ഉണ്ട്, അതുകൊണ്ടാണ് പാട്ടിടാത്തത്. ഒപ്പനയാണോന്നും അറിയില്ല, കോൽക്കളിയാണോന്നും അറിയില്ല. ഫെബീന, സുഖമില്ലാത്തതല്ല, ഞാൻ ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കിന് ഭയങ്കര തുമ്മൽ, അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇതാ എന്തെല്ലാം വെച്ചുകൊണ്ടായിരിക്കുന്നത് അറിയാമോ? ആക്സോയില്, ടൈഗർ ബാം, അമൃതാഞ്ചൻ, ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ തലവേദനയുണ്ട്. അതിനാണ് ഈ സ്പെക്സ് വെക്കാൻ പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ സ്പെക്സ് വെച്ചിട്ട് വലിയ മാറ്റമില്ല, ഇനി ഒന്നും കൂടി ഒന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മുസ്ലിം സ്ത്രീകളെ ഇവര് നിയന്ത്രിക്കുന്നു മതം പറഞ്ഞിട്ട്. യൂട്യൂബിൽ വീഡിയോ ഇടരുത്, ചാനലുകൾ ഉണ്ടാക്കരുത്, പൊതുനിരത്തിൽ വരരുത്, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത്, പെണ്ണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കരുത്, പെണ്ണ് ഡാൻസ് കളിക്കരുത്, പെണ്ണു പാട്ടു പാടരുത്,
പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കരുത്, ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും പെണ്ണിനെ ഇവർ ഒതുക്കിയും നിയന്ത്രിച്ചും ഒടുവിൽ സ്ത്രീകൾ ആ മറ ഭേദിച്ച് പുറത്തു വന്നു. നോക്കിക്കോ, കുറച്ച് അലറി വിളിക്കലാണ്, സൗണ്ട് ഞാനൊന്ന് കുറച്ചോട്ടെ. പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഇറങ്ങുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കുക. പെണ്ണുങ്ങളെ അതിനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട. പെണ്ണുങ്ങൾ ജാഥ വിളിച്ച് നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട്. മുസ്ലിം ഉസ്താദേ, ഫർസാന, നിനക്ക് ബ്ലാക്ക് ക്യാൻസർ വരുന്നു, അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടോ? ശരി, നിനക്ക് ക്യാൻസറാ വരാൻ പോണത്. അല്ലടി പെണ്ണെ, നിനക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടോ? അപ്പോ ഈ RCC കിടക്കുന്നതെല്ലാം ഇസ്ലാമിനെ വിമർശിച്ചവരാ ആണോ? ഉസ്താദ്മാർക്കൊന്നും ക്യാൻസർ ഒന്നും വരില്ല. ശരി, തലമറയ്ക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നാ, എന്നിട്ടിപ്പോ കോല് കളിച്ചത് പെണ്ണുങ്ങളല്ലേ? അതല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് മതത്തിൽ പിടിച്ചു നിർത്താൻ സ്വർഗവും നരകവും പരലോകത്തെക്കുറിച്ചും പറഞ്ഞ് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം ചെയ്യുന്ന മതസമുദായം ഏതാണ്? മുസ്ലിം. എന്നിട്ട് സ്ത്രീകളെ ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്നിട്ട് സ്ത്രീകളെ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയായി കുട്ടികളെ അബനും ഇബിനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞ് സ്വർഗവും നരകവും ഒക്കെ കാണിച്ച്, തീ കാണിച്ച് തന്തൂരി ചിക്കൻ ആക്കുന്നതും ഗ്രിൽഡ് ആക്കുന്നതും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇവർക്ക് സ്ത്രീകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? വാട്സപ്പിൽ ഫോട്ടോ ഇടരുത്, പ്രൊഫൈൽ ഇടരുത്. ഫേസ്ബുക്കിൽ മൊഞ്ചത്തി എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിനകത്ത് ദിവസവും വരുന്ന സ്ത്രീകളുടെ ഫോട്ടോസിന് കണക്കില്ല. അതിന്റെ ഫോളോവേഴ്സ് ആണെങ്കിലോ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം മാറും മോറും ഒക്കെ കാണിച്ചു നിൽക്കുന്ന സ്ത്രീകൾ. എന്തേ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തത്? സ്വർഗം നരകം പ്രൊഫൈൽ ഇടരുത്, DP ഇടരുത്, ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്, ഫോട്ടോസ് ഇടരുത്. നിങ്ങളുടെ ശബ്ദം മറയാണ്. ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള പഠനമൊറ്റയ്ക്കുള്ള യാത്ര, കൂടുതൽ വിദ്യാഭ്യാസം. എന്തേ പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ശരി, ഉസ്താദ് പറയട്ടെ. പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഇറങ്ങുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കുക. പെണ്ണുങ്ങളെ അതിനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട. പെണ്ണുങ്ങൾ ജാഥ വിളിച്ച് നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട്. മുസ്ലിം സമുദായമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില വിഴുപ്പ് പാണ്ഡങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബിയും വിചാരിക്കേണ്ട. അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പെണ്ണങ്ങാടി ഇറങ്ങിയിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക, പെണ്ണ് മുദ്രാവാക്യം വിളിക്കുക. അങ്ങനെയൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ ആരാ ഇവളൊക്കെ എന്തെങ്കിലൊക്കെ ഉത്തരവാദിത്വം. ഇതൊക്കെ എത്ര വലിയ പറ്റിയ സാധനമാണെങ്കിൽ ഒരു മെമ്പർ പടക്കം നമുക്ക് തന്നില്ലല്ലോ. എന്തേ അള്ളാഹുത്താലാക്ക് പെണ്ണുങ്ങൾക്ക് ഒരു നെബിച്ചുണ്ടാക്കി കൂടെ? ഒരു പേര്, ഒരു മെമ്പർ. നിങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്താൽ മതി. അത് പരിഹരിക്കുക. കുട്ടികളെ പോറ്റുക, കുട്ടികൾക്ക് പഠിച്ചോന്ന് പറഞ്ഞു കൊടുക്കുക. അതപോൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക. ബിസ്മിക്ക് കൊടുക്കുക. കുട്ടികൾ കൈയ്യേക്ക് ചോറ് വാരി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. പൈല തീൻ നോക്കുക, പല തീൻ ഉണ്ടാക്കുക. ഒക്കെ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മുഷ്ടി ചുരുട്ടി പുറത്തിറങ്ങി വരുന്ന പോത്തിന്റെ കറുത്ത കുപ്പായിട്ട പോത്തിനെ പോലത്തെ പെണ്ണുങ്ങളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു കിടക്കുകയാണ്. മര്യാദക്ക് നിന്നോളി. മര്യാദ വിട്ട പെണ്ണുങ്ങളെ കുറിച്ചാണ് പോത്തിന്റെ കുപ്പായം ഇട്ട് ഇറങ്ങിയതിനെ കുറിച്ച് പറയുന്നത്. ഇവരെന്തറിയും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊന്നും ഇവിടെ സുന്നത്യമായത്തിന് ആലിമ്യങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ എല്ലാ വീഴ്പടക്കലും എല്ലാം കൂടെ ഞങ്ങൾക്ക് പണി തീർക്കാൻ അല്പം നേരം മതിയാവും. മര്യാദക്ക് അവനാന്റെ പണിയെടുക്കൽ നല്ലതാണ്. ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിച്ച് റോട്ടിൽ നടക്കുക. ഇതൊന്നും ഒരു മുസ്ലിമിന് വെച്ച പണിയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ജമാഅത്തിന് വരെ പെണ്ണുങ്ങൾ ഒഴിവാക്കി. എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ബാങ്കില്ലല്ലോ പെണ്ണുങ്ങൾ. ഈ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യല്ലേ വിളിക്കേണ്ടത്? അതിനൊക്കെ വലുതല്ലേ ബാങ്ക്? എന്റെ മനുഷ്യങ്ങൾക്ക് ബാങ്ക് തരാനോ? ബാങ്കില്ലല്ലോ. ബാങ്കിലാണ് ചെറിയ സംഭവമാണോ?
ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. എത്ര ബാങ്കിന്റെ പൊലിമയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ തല ഉയർത്തി പിടിച്ച് നടക്കുന്ന മഅ്ശറവാസികൾ അവരും പള്ളിയിലെ മുഅദ്ദിനീങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ തന്നെ ബാങ്ക്. എന്നിട്ട് വർഷങ്ങൾക്ക് ബാങ്ക് ഇല്ല. ബാങ്കില്ലാത്ത നിങ്ങൾ എന്തിനാ മുദ്രാവാക്യത്തിനാകുന്നത്? നിങ്ങൾ പോയി ഒതുങ്ങിക്കുക. ഇതൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട. മര്യാദക്ക് പറഞ്ഞത് ഒരർത്ഥ. സമസ്ത ജമിയത്തുൽ മുഅല്ലിമീന സമ്മേളനത്തിൽ വ്യക്തമായ പ്രമേയം സമസ്ത പാസാക്കിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ യാതൊരു കാരണവശാലും ഏത് പ്രതിസന്ധി വന്നാലും പുറത്തിറങ്ങാൻ പാടില്ല. ഉസ്താദെ, മുസാഫിർ പറയുന്നു, ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിമർശനമാവാം, പക്ഷെ ഒരു ജീവിതം മുഴുവൻ വിമർശനമാക്കിയാൽ അതത്ര നല്ല കാര്യമല്ല. ടീച്ചർ മുസാഫിറെ, ഞാനല്ലല്ലോ വിമർശിക്കുന്നത്. വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലും ഹദീസിലുമുള്ള അതുപോലെയുള്ള വസ്തുതകൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. നിങ്ങൾക്കത് വിമർശനമായിട്ട് തോന്നുന്നത് നമ്മുടെ കുഴപ്പമില്ല. ഫർസാന എന്ന് പറയാണ്, ഇത് ഫർസാനയുടെ ഉമ്മ വെടിയാണെന്ന്, ഒരു വേശ്യാലയത്തിൽ നിന്നാണ് വാപ്പ ഉമ്മയെ തിരഞ്ഞെടുത്തത് എന്ന്. അപ്പൊ പിന്നെ നിനക്കും അതുപോലത്തെ ഒരു ചാൻസ് കിട്ടില്ലേ? നോക്കിക്കൂടെ? അപ്പോ കേട്ടോ, ഒരു ജീവിതകാലം മുഴുവനും വിമർശനമാക്കിയാലോ? ആരും വിമർശിക്കുന്നതല്ല. ഖുർആനിലും ഹദീസിലുമുള്ള ഒരു ഭാഗം മുസ്ലിം പുരോഹിതന്മാര് പറയുന്നുണ്ട്. അവർ ഒളിപ്പിച്ചു വെക്കുന്ന മറുഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിന് ഞാനാണ് ഉത്തരവാദി, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉത്തരവാദി ഞാനല്ല. അതുകൊണ്ട് രഞ്ജത്ത് എന്തടാ ഉറങ്ങടി എന്ന് പറഞ്ഞ നിന്റെ അമ്മയോട് പറയടാ. ഫർസാനയ്ക്ക് കൃഷി ചെയ്യാൻ സമയമെങ്കിൽ പോടി, നീയൊക്കെ പെണ്ണാണോ ആണോണെന്ന് ആർക്കറിയാം. സമയം വന്നിട്ടുണ്ട്. സമസ്ത കർശനമായ വിഷയത്തെ വിലക്കിയിട്ടുണ്ട്. സമസ്ത പ്രസിഡന്റ് വളരെ ശക്തമായ താക്കീതിട്ടുണ്ട്. പെണ്ണുങ്ങളെ ഇറക്കാൻ ആരും മെനക്കെടരുത്. അതെല്ലാവരോടും ഞാൻ താക്കീത് ചെയ്യുകയാണ്. കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ തോന്നിയമാതിരി ചെയ്യരുത്. നമുക്ക് ദീനുണ്ട്. ആ ദീൻ എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യലല്ല. അതിന്റെ അടിസ്ഥാനം മുഹമ്മദ് മുസ്തഫ. അത് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമാണ്. അതനുസരിച്ച് ജീവിക്കണം. രാഷ്ട്രീയക്കാരും മറ്റൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ സമ്മതിക്കുന്നു. അതൊന്നും ഞങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷേ ആണുങ്ങൾ ഇറങ്ങിയിട്ട് നടന്നാൽ മതി, പെണ്ണുങ്ങൾ അങ്ങാടി ഇറങ്ങരുത്. ഈ വന്ന് തെറി പറയുന്ന ലവളുമാരൊക്കെ കേൾക്കണുണ്ടോടി? നീ ഒന്നും പൊതുനേരത്തിൽ ഇറങ്ങരുത്. മര്യാദയ്ക്ക് അപ്പിക്കുപ്പായവും പേറിയന്ത്രവുമാക്കി കട്ടിലേക്ക് കിടന്നോളാൻ. കൃഷി ചെയ്യാൻ മുട്ടുമ്പോഴത്തേക്കിന് അവന്മാരൊക്കെ വന്ന് അടിച്ചോളൂ വന്ന്. അനീഷ് കുറെ നേരം ആയല്ലോടാ നിന്നെ നടു റോഡിൽ നിർത്തി അടിക്കും. നിന്റെ തന്ത വിചാരിച്ചാ പറ്റുമോ എന്നെ വെട്ടിക്കൊല്ലുമെന്ന്? അതിനു മുമ്പ് നിന്നെ ഞാൻ 5 കഷ്ണമാക്കും. കുറെ ആയല്ലോ ഇവൻ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ അനീഷിനെ എത്തിക്കേണ്ടിടത്തുനിന്ന് എത്തിക്കേണ്ട സമയമായല്ലേ? ശരി. അനീഷിനെ എന്നെ വെട്ടിക്കൊല്ലണോ അത്രേ? ഓ അജുവ എന്നെ കൊന്നുകളയുമെന്ന് അടുത്ത അപ്പിക്കുപ്പായക്കാരി. ഇവരെയൊക്കെ ആദ്യമേ സൈബർ സെല്ലിന് കൊടുക്കട്ടെ. ഗൂഗിൾ അനീഷ് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ശരി, ഈ മെയിൽ എടുക്കാൻ അവരൊരു നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അത് മതി. അങ്ങനെയാണ് സൈബർ സെല്ലുകാർ പറഞ്ഞിട്ടുള്ളത്, അങ്ങോട്ട് കൊടുത്തേക്കാനെന്ന്. രണ്ടുപേരാണ് ഇന്ന് വധഭീഷണിയുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു അജുവയും ഒരു അനീഷും.
ഫേക്ക് ഐ ഡി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അവരുടെ ഇന്റൻഷൻ എന്താണ് എന്ന് വ്യക്തമായല്ലോ. അപ്പോൾ ഞാനിതൊക്കെ വധഭീഷണികൾ ഇങ്ങനെ കൊല്ലുമെന്നും വെട്ടുമെന്നും ഒക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിടാറാണ്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു അത്തരം മെസ്സേജസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു. അനീഷേ, നീ നിന്റെ ഉമ്മായെ പോയി ചെയ്യട്ടാ, ചെല്ല. ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഫർസാന ഫർസ്. കുറെ നേരമായല്ലോടി, നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നീ എന്തിനാടി ഇവിടെ വന്ന് ഈ കൂവുന്നേ? ശരി, 40 ദിവസത്തിനുള്ളിൽ ക്യാൻസർ വരുമെങ്കിൽ നീ രക്ഷപ്പെട്ടില്ലേ? അതിന് യൂസഫ് അലി ആരാ തെറി വിളിച്ചത്? ഞാനോ? ഞാൻ എന്ത് തെറിയാ വിളിച്ചത്? ആ തെറി നീ ഒന്ന് എഴുതിക്കേ നോക്കട്ടെ. ഞാൻ എന്ത് തെറിയാണ് വിളിച്ചത് എന്നൊന്ന് പറ. തെറിയന്മാർ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. റെനി, വളരെ അടിപൊളി മറുപടി. സഹായം അള്ളാഹു തരേണ്ടതാണ്. അത് അള്ളാഹുന്റെ ചാനലിലേ വരുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലപോലെ മനസ്സിലാക്കണം. പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും മറ്റും ചെയ്യുന്ന വൃത്തികെട്ട ആഭാസകരമായ സോഷ്യൽ മീഡിയ ക്ലിപ്പുകൾ നാടാകെ ഒഴുകി നടക്കുകയാണ്. ഇത് അന്യ സമുദായക്കാർ കാണൂലേ? മനുഷ്യന്മാരെ അയ്യയ്യ വൃത്തിയേട് പോത്തിനെ പോലത്തെ പെണ്ണുങ്ങൾ പ്രകടനത്തിന് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഇത് മനുഷ്യന്മാർ കാണൂലേ? മനുഷ്യന്മാർ ഇവിടെ എന്ത് മൂവ്മെന്റ് മനുഷ്യൻ കാണില്ലേ? അയ്യയ്യ വൃത്തിയേട് എന്താ കാട്ടിക്കൂട്ടുന്നത്? ഒരു ബില്ല് വന്നിട്ട് പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ റോട്ട് കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാ പരിചയക്കാത്തത്? ഇതിവിടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളുണ്ട്. അള്ളാഹു എഴുന്നേറ്റ് നമുക്ക് നിലനിർത്തി തരട്ടെ. മനസ്സ് തന്നാ മിമ്പറ. ഇവിടെ അങ്ങനെ കയറുപോയി വിടൂല. ഇവിടെ അങ്ങനെ തോന്നിയ മാതിരി നടക്കാൻ സമസ്ത വയ്ക്കൂല. അന്ന് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ കുറച്ചാളുകൾക്ക് തോന്നിയ മാതിരി നടക്കലൊന്നും നടക്കൂല. ഇവിടെ സമസ്ത ജമിയത്തുൽ ഉണ്ട്. സമസ്ത ജമിയത്തുൽ ഉലമക്ക് മര്യാദക്ക് ദീൻ പഠിപ്പിക്കാൻ പറ്റിയ പട്ടാളവും ഉണ്ട്. അത് ആലിമീങ്ങളാണ്. അള്ളാഹു എഴുന്നേറ്റ് നിലനിർത്തി തരട്ടെ. അത് AK-47 പട്ടാളാണ് എന്ന് ആരും വിചാരിക്കണ്ട. ഇന്റലിജൻസ് കേൾക്കുന്നുണ്ടാവും പ്രസംഗം. നിങ്ങൾ വിചാരിച്ച പട്ടാളല്ല ഞങ്ങളുടെ പട്ടാളം. ഞങ്ങളുടെ പട്ടാളം അനുസുഖത്തിന്റെ പട്ടാളമാണ്. എവിടെയാണ് അബദ്ധമെങ്കിൽ ആ അബദ്ധം നിങ്ങൾ നേരെയാക്കും. സമുദായത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. പരിശുദ്ധ ശരിയാക്കി പെണ്ണിന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾ അങ്ങാടി അങ്ങോട്ടിലൂടെ ജാഥ വിളിച്ചു പോകാൻ പാടില്ലാത്തതാണ്. പെണ്ണുങ്ങൾ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുക. ഒരു കറുത്തൊരു കുപ്പായത്ത് പോത്തിന്റെ കളറുള്ള ഒരു കുപ്പായത്ത് പെണ്ണുങ്ങൾ അങ്ങനെ റോട്ട് കൂടെ വൈകുന്നേരമായാലും ഇങ്ങനെ നടക്കുക. എന്നിട്ട് കുറച്ച് ആണുങ്ങൾ അപ്പുറത്ത്. പെണ്ണിനെ കറുത്ത കുപ്പായത്തിനകത്ത് പൊതിയുന്നത് എന്തിനാണ് എന്ന് ഒരു ഭാഗത്ത് ഉസ്താദുമാര് വന്നു പറയും. അത് തുറന്നു വെച്ചാൽ ഈച്ച കൊണ്ടുപോകും. സ്വർണം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഗ്ലാസിന്റെ അകത്തല്ലേ. അതുകൊണ്ടാണ് പെണ്ണിനെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്നത്. പുറത്ത് തുറന്നു വെച്ചാൽ അതിനകത്ത് ഈച്ച വന്നിരിക്കില്ല. ഇതൊക്കെയാ ചോദിക്കുന്നത്. എന്നിട്ട് ഈ ഉസ്താദ് പറയാണ് പോത്തിന്റെ കുപ്പായം പോലെയാണെന്ന്. നോക്കി ഇങ്ങനെ ഈ പൈക്കുട്ടികളെ നോക്കി നിൽക്കുക. ഇതൊക്കെ സമുദായത്തിന് വലിയ മാനക്കടാണ്. മനസ്സിലാക്കണം. സമുദായത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമാണ്. അള്ളാഹു വഴിക്ക് പോയാലേ സഹായം ഉണ്ടാകൂ. നരേന്ദ്രമോദി എന്നല്ല, സഹായിക്കേണ്ടത് BJP-യും അല്ല, സഹായിക്കേണ്ടത് കോൺഗ്രസും അല്ല, സഹായിക്കേണ്ടത് ആരുമല്ല. സഹായിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹ് സഹായിച്ചാൽ ഇവിടെ എല്ലാം പറ്റാവും. അള്ളാഹു സഹായിച്ചാൽ 4 ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയും അങ്ങനെ ബില്ല് കൊണ്ടുവന്നേ ഉള്ളൂ. അത് സാരല്ല, ഞങ്ങൾ ഒഴിവാക്കി. ഇന്ത്യ പറഞ്ഞൂടെ? ഫത്താഹ് ആരാണ്? അള്ളാഹുവല്ലേ. സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലായോ? കറുത്ത കുപ്പായത്തിനകത്തിരുന്നാൽ പോലും പെണ്ണിനൊരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. ചില സ്ത്രീകളോട് എസൻസിന്റെ ആളുകൾ ചെന്ന് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്നടത്താണ് പഠിക്കുന്നത്. അതായത് അവർക്ക് വിദ്യാഭ്യാസം വേണം. 18 വയസ്സിലാണോ വിവാഹം നല്ലത്? അല്ല, ഞങ്ങൾക്ക് 21 വയസ്സിൽ. കാരണം ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്കൊരു ജോലി നേടണം, ഞങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം, എന്നിട്ടാണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം. ഞങ്ങൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, ഞങ്ങൾ ഇന്ന കോഴ്സുകളാണ് പഠിക്കുന്നത്, വീട്ടുകാരങ്ങനെ ഞങ്ങളെ നിർബന്ധിക്കുന്നില്ല ഒന്നിനും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ മുസ്ലിം സ്ത്രീകൾ പബ്ലിക് ചാനലുകളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയുന്ന രൂപത്തിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കരകവിഞ്ഞൊഴുകുമല്ലേ. ഇതാ കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് നോമ്പിനെ കുറിച്ചാണ് പഠിച്ചത്. ഇതിനകത്തെ മ്യൂസിക് കേട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃകയെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പൊളിച്ചെഴുതുന്നത് കേൾക്കാം.
പ്രിയമുള്ളവരെ, പാലാ രൂപതയിലെ ഊഞ്ഞാൽ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിനെതിരെ നടന്ന ആക്രമണത്തെയും ദൈവാരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരുപറ്റം യുവാക്കൾ നടത്തിയ നീക്കങ്ങളെയും കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുന്നത് നാം കണ്ടു. ഏതൊരു സമൂഹത്തിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഊഞ്ഞാറിൽ സംഭവിച്ചത്. ശാരീരികമായി ഇസ്ലാമിക സമൂഹം, അതായത് മുസ്ലിങ്ങൾ, അവരെവിടെയായിരുന്നാലും ശരി, അവർക്ക് മാത്രം ഒരുപാട് പ്രത്യേകതകൾ അവർക്കത് അനുവദിച്ചു നൽകണം. ആരെ? ഇവിടത്തെ പൊതുസമൂഹം. ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതമില്ലാത്തവരും ഇസ്ലാം മത വിശ്വാസികളുടെ ആ വിശ്വാസം, ആ ആരാധന, അതെല്ലാം അനുവദിച്ചു നൽകണം. ഇതാണ് ഇവരിവിടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പൊ സ്ത്രീകളോട് ഇസ്ലാമിലെ നവീകരണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഒറ്റക്കെട്ടായി പറയുന്നു, വിദ്യാഭ്യാസമാണ് ആദ്യം പെൺകുട്ടിക്ക് വേണ്ടത്. 18-ാമത്തെ വയസ്സിൽ കെട്ടിച്ച് 19-ാമത്തെ വയസ്സിൽ ഉമ്മയായി പേറിയന്ത്രമായി വീട്ടിലിരിക്കാനല്ല ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. സ്ത്രീകൾക്ക് വേണ്ടിയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മതങ്ങൾ എന്നാണ് എല്ലാ മത നേതാക്കന്മാരും അഭിപ്രായപ്പെടാറുള്ളത്. പക്ഷേ ഈ മതങ്ങളുടെ എല്ലാ കാലത്തെയും ഇരകളാണ് സ്ത്രീകൾ. സ്ത്രീകളെ ഇരകളാക്കി വേട്ടക്കാർ അവരുടെ ലൈഫ് പെണ്ണുങ്ങളായും സെക്സായും അടിച്ചമർത്തലുകളായും ആസ്വദിക്കുവാണ്, ആർമാദിക്കുവാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന പേരിൽ റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറഞ്ഞതുപോലെ പോത്തിന്റെ കറുത്ത കുപ്പായത്തിനകത്ത് കയറ്റി പെണ്ണുങ്ങളെ നടത്തിയിട്ട് അവരെ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ പാടുണ്ടോ? പറ്റില്ല. എന്നിട്ട് അവര് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞിട്ട് നിലവിളിയാവും. പുതിയ തലമുറയുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്ത് അടങ്ങിയിരിക്കുന്നവരല്ല. ഇറാനിലുണ്ടായ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിലെ നവീകരണം എവിടെ നിന്ന് തുടങ്ങണം എന്നതിന്റെ ഉത്തരമാണ് ഇസ്ലാമിലെ നവീകരണം സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്നും, വിദ്യാഭ്യാസത്തിൽ നിന്നും, അവരുടെ സ്വയം പര്യാപ്തതയിൽ നിന്നും തുടങ്ങണം. ഇവര് വിചാരിക്കുന്നത് പോലെ ഇന്ന് സ്ത്രീകളെ മതം പറഞ്ഞ അയ്യോ അള്ളാഹു ദണ്ടും കൊണ്ടിരിക്കും കേട്ടോ, ഇരുമ്പ് കമ്പിയും പഴിപ്പിച്ച് കിട്ടും കേട്ടോ, നടക്കില്ല ഇനി അതൊന്നും. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ സംസ്കരണത്തെക്കുറിച്ച്, അവരുടെ സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച്, അവരെ അടിച്ചമർത്തുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാനുഷിക വീക്ഷണങ്ങളിൽ നിന്ന്, ജനാധിപത്യത്തിൽ നിന്ന്, മതേതരത്വത്തിൽ നിന്ന്, സമത്വത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്, വിദൂരമാണ്. സ്ത്രീ പുരുഷ സമത്വമാകട്ടെ, സ്ത്രീ സ്വാതന്ത്ര്യമാകട്ടെ, സ്ത്രീക്ക് ഇസ്ലാം വലിയ പദവിയാണ് നൽകുന്നത് എന്നൊക്കെ ഇവര് പറയുന്നു എന്നുള്ളതല്ലാതെ ഇവര് അതിന്റെ പൊടിക്കൈകളൊക്കെ ഇവര് നന്നായിട്ടിടുന്നുണ്ട്. എന്താണ് ഇവർ പറയുന്നത്? ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്നറിയണമെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ നോക്കണം. 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 223-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, പെണ്ണുങ്ങൾ നിങ്ങളുടെ കൃഷിയിടമാണ് കേട്ടോ. അയിനമാ തവല്ലു ഫസമ്മ വജ്ഹുല്ലാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അവരെ സമീപിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇസ്ലാം സ്ത്രീയെ എണ്ണിയത് എന്തിനോടാ? സ്ത്രീകള്, സന്താനങ്ങള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം, കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ, ഇതിനോടൊക്കെയുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടു. അപ്പൊ മനുഷ്യരാരാ? പുരുഷന്മാർ. സ്ത്രീകളെ എണ്ണിയത് എന്തിനോടാ? സ്വർണം, വെള്ളി, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ. ആഹാ, ഇതിൽ പരം എന്ത് സവിശേഷതയാണ് സ്ത്രീക്ക് ഇസ്ലാം നൽകേണ്ടത്? സാക്ഷി നിൽക്കുമ്പോൾ 2 പുരുഷൻ 4 സ്ത്രീ. ആഹാ, 1 പുരുഷന് 2 സ്ത്രീ. ഒരുത്തി മറന്നാലോ എന്ന്. പുരുഷന് മറവി ഉണ്ടാവില്ലേ? അള്ളാഹു നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്തു, പുരുഷൻ മറക്കില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി കഴിഞ്ഞു കേട്ടാ. പഴയ കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രകടനങ്ങളൊന്നും നിങ്ങൾ ചെയ്യല്ലേ, നിങ്ങൾ അതും ഇതും അവിടെ ഇവിടെ ഒന്നും കുലുക്കി നടക്കരുത് എന്ന്. 4-ാം അധ്യായത്തിൽ 34 അല്ലാഹു പറയാണ്, സ്ത്രീകളെ അടിച്ചമർത്താനുള്ള നിയന്ത്രണ ദണ്ഡ് അല്ലാഹു കൊടുത്തിരിക്കുന്നത് പുരുഷന്റെ കയ്യിലാണെന്ന്.
അതുകൊണ്ട് അടിച്ചോ. ഇനി ഇവൾ അനുസരണക്കേട് കാണിക്കുമോ വദ്രിബൂഹുന്ന, അടിച്ചോ. ഫഅളുഹുന്ന, അവളെ ഉപദേശിച്ചോ. വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ നിന്നും വിട്ടു നിർത്തിക്കോ. ഇവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേറെയുണ്ട്. ഇമാം അത്തുബരി എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാതാവ് പറയാണ്, കിടപ്പറയിൽ കെട്ടിയിട്ട് അടിക്കാനെന്നാണ് ഖുർആൻ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചു. ഇങ്ങനെ ഇസ്ലാം ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരിക്കല് സഈദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, നീ വിവാഹം ചെയ്തോ? ഇല്ലെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ പറയാണ് അയാള്, നീ വിവാഹം ചെയ്തോ, നിശ്ചയം ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ, കൂടുതൽ ഭാര്യമാരുള്ളവനാണ് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7ാം വോള്യം 62ാമത്തെ ബുക്ക് 7ാമത്തെ ഹദീസ്. അപ്പോ സ്ത്രീകളെ വെറും ഒരു പേറിയന്ത്രം മാത്രമാക്കി പുരുഷൻ ആസ്വദിക്കാനുള്ള ഒരു ഭോഗവസ്തു, ഒരു സെക്സ് ടോയി മാത്രമാക്കി ഇവർക്ക് മാറ്റണമായിരുന്നു. അതിൽ നിന്ന് പെണ്ണിന്ന് ഏറെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അവൾക്ക് വിദ്യാഭ്യാസം വേണം. പക്ഷേ ഇതൊക്കെ ആയാലും ഒരു വിഭാഗം ആളുകൾ മാറി ചിന്തിക്കാൻ തയ്യാറായാലും എത്ര അപമാനിക്കപ്പെട്ടാലും പഠിക്കാത്ത ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇനിയുമുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, പറ്റുന്നില്ല. മക്കള്, സമൂഹം, കുടുംബം, മഹല്, സമുദായം, അയ്യോ, അങ്ങനെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വഅല്ലിമൂഹുന്നൽ ഖയാത്ത്, അവളെ തുന്നൽ പഠിപ്പിച്ചോളാൻ. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീട്ടിലവരെ താമസിപ്പിക്കേണ്ട, ഇസ്ലാം പഠിപ്പിച്ചതാ. ഇവർക്ക് പിന്നെ എന്തിനാ പെണ്ണ്? ഇവരുടെ ഭോഗം ശമിപ്പിക്കാൻ വേണ്ടി, കൈത്തരിപ്പ് വരുമ്പോൾ ആട്ടിച്ച് മണ്ട പൊളിക്കാൻ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ചെറിയ പെൺകുട്ടി, അവരനുഭവിക്കേണ്ടി വന്നത് എന്താ? മലപ്പുറത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി മാഷിദ PV സ്റ്റേജിലേക്ക് കയറിപ്പോയി സമർത്ഥമായി പഠിച്ചതിൻ്റെ പേരിൽ ഒരു അവാർഡ് വാങ്ങാൻ. വനിതാ മതിലൊക്കെ എന്ത്! ആ അപമാനിക്കപ്പെട്ട മാഷിദ PV എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിച്ച മാനസിക ട്രോമ വളരെ വലുതാ. അപ്പോ ഒരു ജാമിതായി നിങ്ങൾ വെട്ടിക്കൊന്നാൽ 1000 ജാമിതാമാർ ഈ നാട്ടിൽ പിറവിയെടുക്കും. കൂടുതൽ സ്ത്രീകൾ ഈ ഇസ്ലാം എന്ന കാടൻ നിയമം, ഈ ഗോത്ര നിയമം ഉപേക്ഷിച്ച് അവരൊക്കെ മുന്നോട്ട് വരും. അവർക്ക് ഇവർ പറയുന്നത് പോലെ കുറച്ച് ഹലാല് ലൈംഗികതകളൊന്നുമായിട്ട് അവര് ഒത്തു പോകത്തില്ല. ഇപ്പോൾ കാഫറുകൾ ഉണ്ടാക്കിയ പന്നി ബിസിനസ് ചെയ്ത പൈസ വരെ കാണും അതിനകത്ത്. പന്നി തിന്നുന്നവരും അല്ലേ. അവരുണ്ടാക്കിയ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ റൂം ചോദിക്കാൻ പാടുണ്ടോ? അതിനെതിരെ എത്ര പേര് ശബ്ദമുയർത്തി? സ്ത്രീകളെ മുഹമ്മദ് നബിയും ഉപയോഗിച്ചത് ഭോഗവസ്തുവായിട്ട് തന്നെയാണ്. ഭാര്യമാര് വസ്ത്രമാണെന്നാ പറഞ്ഞേ, അവര് കൃഷിയിടങ്ങളാണെന്നാ പറഞ്ഞേ, അതിനെ മൃഗങ്ങളോടൊക്കെയാണ് ഉപമിച്ചത് പ്രവാചകൻ. ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളാണെങ്കിലും മൊത്തം നരകത്തിൽ പോകേണ്ടവര്. ഇപ്പോ ജസ്ന, അവര് ഇസ്ലാം മത വിശ്വാസിയാണെന്ന് അവര് പറയുന്നു, നമസ്കരിക്കുമെന്ന് അവര് പറയുന്നു, അവര് കണ്ണനെയാണ് ആരാധിക്കുന്നത്, ഒരു നരകത്തിലാണ്. സ്ത്രീകളെ അടിമകളാക്കി ഉപയോഗിച്ചോളാൻ ഇസ്ലാം പറയുകയാണ്. പുരുഷന്മാർക്ക് വേണമെങ്കിൽ നിനക്ക് ഈ 2 3 4 ഒക്കെ നീ അങ്ങ് കെട്ടിക്കൂടെ, കുഴപ്പമൊന്നും ഇല്ലടേ. ഇതൊക്കെ ഇസ്ലാം പുരുഷന് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ്. ഇനി ഇസ്ലാമിലെ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ മതത്തിനകത്ത് നിൽക്കാതെ വീണ്ടും ഈ മതം ഉപേക്ഷിച്ച് പുറത്തു പോകാൻ തയ്യാറാകുന്നത്? പൂരെ തെറിയുമായിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. തെറി വിളിക്കൽ അവരുടെ ജോലിയാണ്, അവർ വിളിച്ചോട്ടെ. നമ്മുടെ നുസ്രത്ത് ജഹാൻ ഉണ്ടല്ലോ, അവരെന്തൊക്കെയോ പറയുന്നത്, നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പെട്ടെന്ന്, കാരണം ഞാൻ കുറേ ദിവസങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരു സബ്ജക്ട് കേരളത്തിൽ നടക്കുന്നത്. കാരണം ഞാനിപ്പോൾ സനാതന ധർമ്മത്തിന് ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംസാരിക്കുന്ന ഒരാൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമാവും. കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ലഹള നടന്നു. പുറത്ത് ഒരു സ്ത്രീ വന്നിട്ട്, തട്ടട്ട സ്ത്രീ വന്നു. അപ്പൊ കുറെ കാലമായി ഈ തട്ടട്ട ഒരു ശ്രീകൃഷ്ണനെ ഫോട്ടോ വരയ്ക്കുകയും ഒക്കെ കേൾക്കുന്നു. ഞാൻ ഈ സ്ത്രീ 2006 തൊട്ട് കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇതിനൊന്നും പ്രതികരിക്കാൻ പോകാനും ഒന്നും അതിന് നിന്നിട്ടില്ല. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ
ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു തമാശയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു 4-5 വർഷം മുമ്പ് ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, നിങ്ങൾ BJP നേതാക്കന്മാരെ അറിയിക്കണം, ഇത് നിങ്ങൾക്ക് BJP ആയിട്ട് നല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബന്ധം എനിക്ക് പരമായിട്ടില്ല. കോഴിക്കോട് നേതാക്കന്മാരൊക്കെ അവർക്കറിയാലോ ഈ നാട്ടിലത്തെ ഒരാളെങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് എല്ലാ സമയത്തും ഓരോ ഉത്സവത്തിനും അവിടെ എത്തുന്നത്, തന്ത്രിയുടെ അടുത്ത് എത്തുന്നത്, സുരേഷ് ഗോപിന്റെ കൂടെ ഇലക്ഷൻ ക്യാമ്പയിൻ 28 ദിവസം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി. അപ്പോ BJP അംഗത്വം ഇല്ലാത്ത ഒരാൾ ഇത്രയും ക്യാമ്പയിൻ നടത്തുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതാവും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ നേതാക്കന്മാർക്ക് തന്നെ ദൈവം കൊടുക്കണമായിരുന്നു. അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് കളിക്കണതിന് ദൈവം മറുപടി കൊടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പില് എന്ത് കാര്യം വന്നാലും അതിന് ഉത്തരവുണ്ട്, അതിന്റെ പണിയും കിട്ടും. അതന്നെ ഞാനൊക്കെ പ്രതീക്ഷിച്ചു. അതന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള കുറെ സ്ത്രീകൾ വന്ന്, ഹിന്ദു മതസ്ഥരായ സ്ത്രീകൾ വന്ന് അതിനെ പ്രതികരിച്ച കണ്ടു. വളരെ നന്നായി. കാരണം ഇനി നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ എനിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്നോട് പറയും നിനക്കെന്താ നീ മുസ്ലിം അല്ലേ. പക്ഷെ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞൊരു മതത്തിൽ ജനിച്ചു എന്റെ ഉമ്മയും ബാപ്പയും പോലെ അവരെ ഞാൻ മാറ്റുന്നില്ലെങ്കിൽ എന്റെ മതം ഇസ്ലാം തന്നെ ആയിരിക്കും. പക്ഷേ സനാതന ധർമ്മവും ഹിന്ദു ധർമ്മത്തെയും ശക്തമായി മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. അതിന് ഒരു മടിയില്ല. എന്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിക്കുന്നത് ജസ്മിന്റെ ഫോട്ടോ വെച്ചിട്ടല്ല, അവള് വരച്ച ചിത്രങ്ങളും അല്ല. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീകൃഷ്ണന്റെ ഒരു ആരാധകയായിട്ട് വന്നിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്ത് പോയി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിൽക്കാന്നല്ലാതെ അവിടെ കയറാനോ അതിൻ്റെ ഉള്ളിൽ കഥ ഉണ്ടാക്കാനോ ഒറ്റത്തന്ത്രിനെ കാണാനോ ഒന്നും നമ്മളാരും പോയിട്ടില്ല. പിന്നെ നമ്മളെ കേട്ടിലെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകും. അത് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മൾക്ക് പോകണം. ഭക്തിയുള്ളവർക്ക് കയറാം. അവിടെ ജാതി ഇല്ല. പറഞ്ഞ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ദിനത്തിലൊക്കെ ഞാനും ഭഗവാൻ രാമന്റെ ആ ഒരു സീൻ കാണാൻ ഫസ്റ്റ് കണ്ട ഒരാളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആ ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം നമ്മുടെ അവതാരങ്ങളെ കൂടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിന് ആസ്വദിക്കാൻ പറ്റിയ പല നിമിഷങ്ങളും എനിക്ക് എന്റെ ജീവിതത്തിൽ പല അമ്പലങ്ങളെ ശ്രദ്ധിച്ചത്. അപ്പൊ ഹിന്ദുക്കളും ഭാരതീയരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയണേ നമ്മളെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എതിർത്തന്നെ പറ്റുള്ളൂ. കാരണം അമ്പലവാടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ നാളെ ഒരു ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായ പോലെയാണ് അത് കാണിക്കുക. അപ്പൊ ഇവളെ പുണ്യം ആരെന്നുള്ളതിനാൽ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വരുന്നത്. ഇതുപോലെ പണി ചെയ്ത സ്ഥാപനം 2016 മറ്റോ ആണ് ഇവിടെ റേപ്പ് ചെയ്ത് പറഞ്ഞ കേസ് കൊടുത്ത്. ആ പയ്യന്റെ പേരിൽ ഇവൾ കൊടുത്ത് 4 കേസുകളായി. ഇവിടെ സ്ഥാപനത്തിന് വേറെ 2 കേസുകൾ. അവര് പറഞ്ഞ പണിക്ക് നിൽക്കാണ്ട് കൊടുത്ത്. അല്ലാതെ ഇവന്റെ വീട്ടിൽ പോയി ഇവള് പോവുകയോ അവൻ റേപ്പ് ചെയ്യുകയോ അങ്ങനെ ഒന്നും പോലീസിന്റെ രേഖകളിലോ ഇവൾ പോയിട്ടുമില്ല എന്നുള്ളത് തിരിഞ്ഞത് കൊണ്ടാണ് ഇവളെ കേസ് കോടതി വെറുതെ ഇവളെ ആ കേസ് ഇല്ലാണ്ടായി പോയത്. അല്ലാതെ കേരളത്തിലെ പോലീസിന്റെ കൊള്ളരുതായ്മ കൊണ്ട് ആ കേസ് പോയതല്ല എന്നുള്ള സത്യം FIR കോടതി രേഖകളും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. പിന്നെ ഇവളെ BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ കാണാം. ഈ ഒരു വീഡിയോന്റെ അടിയിൽ പോലും നിങ്ങൾക്ക് കാണാം എങ്ങനെ സുഡാപ്പികൾ എത്തുന്നു ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ. അതൊരു വലിയ ചോദ്യം. അപ്പൊ ഇവിടെ പിന്നീട് ഒരു വലിയ അജണ്ട ഉണ്ട് എന്നുള്ളതിൽ 100% എല്ലാം ഒന്നും ഇവിടെ വന്ന് പറയാൻ പറ്റൂല. പറയേണ്ടവരുടെ മുമ്പിൽ ഞാനും പറഞ്ഞോളാം. കാരണം ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ അജണ്ടയാണ്. കാരണം കേരളത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേരളം കണ്ടു. കേരളമാണ് ഇവരുടെ കാശ്മീർ കഴിഞ്ഞിട്ട് കേരളമാണ് ഇവരുടെ താവളമെന്ന് മനസ്സിലായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ ഇവരുടെ ഈ ജസ്ന വന്ന് ഇതുപോലെ അടി ഉണ്ടാക്കണമെങ്കിലും ഭക്തിയുള്ള ആളിങ്ങനെയല്ല. കൃഷ്ണന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ നമ്മൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്. കൃഷ്ണൻ പല വിധത്തിൽ നമ്മളെടുത്ത് അവതരിക്കുന്നുള്ള കൃഷ്ണനെയാണ്. ഇങ്ങനെ ഓരോ ആളുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആളുകൾ പറയും, സ്വാഭാവികമാണ്, സർവ്വസാധാരണമാണ്. ആ നെഗറ്റീവ് ഇടുന്ന ആളുകളുടെ ഒക്കെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റുമോ? യൂസഫ് അലിക്ക് എന്തോ വട്ടച്ചൊറി ഉണ്ടെന്ന് തോന്നുന്നല്ലടാ, വീട്ടിൽ പോയിരുന്നു ചൊറിഞ്ഞാ പോരേടാ. നീ നിന്റെ ഉമ്മാടെ വയറ്റിൽ നിന്ന് വന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് നടന്ന ആളാണോ? ചേകനൂർ മൗലവി മുന്നോട്ട് വെച്ച ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടനയിൽ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഖുർആൻ മാത്രം പ്രമാണം എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് ജുമുഅ നമസ്കരിച്ചത്. പിന്നീടാണ് ഹദീസുകളില്ലാതെ ഖുർആനിന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ വന്നപ്പോൾ ഖുർആനും ഉപേക്ഷിച്ചു, എങ്ങോട്ടും പോയിട്ടില്ല, മറ്റൊരു മതത്തിലേക്കും പോയിട്ടില്ല, സ്വതന്ത്രയായി നിൽക്കുന്നു.
മനുഷ്യന് ഒരു മതവും വേണ്ട ഈ ലോകത്ത് ജീവിക്കാൻ. മതം വേണ്ടവർക്ക് അത് സ്വകാര്യതയായിരിക്കണം. അപരന് ജനാധിപത്യപരമായി അവരുടെ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതോ അതിന് വിഘാതം സൃഷ്ടിക്കുന്നതോ ആയിരിക്കരുത്. അത്രയേ ഉള്ളൂ. നമ്മുടെ മതം നമുക്ക് വലുത്, ശരി, അപരനിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. ചിലർ ചോദിക്കുന്നു, നിനക്ക് തട്ടം ഇട്ടൂടെ? നിങ്ങളിട്ടോ. എല്ലാവരെയും തട്ടമിടിക്കാൻ നിങ്ങൾ എന്താ കോൺട്രാക്ട് എടുത്തിറങ്ങിയതാ? ആദ്യം അത് മനസ്സിലാക്കണം. അത് ചെറിയ പ്രായം മുതൽ മദ്രസകളിൽ പോയതുകൊണ്ട് ആ ബുദ്ധിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്ന സംസ്കാരമല്ലേ കിട്ടും. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. പക്ഷേ മറ്റൊരു വ്യക്തി തികച്ചും സ്വതന്ത്രനാണെന്നും അവർക്കും ഈ രാജ്യത്ത് മനുഷ്യാവകാശമുണ്ടെന്നും ചിന്തിക്കാൻ കഴിയണം. തൽക്കാലം യൂസഫ് അലി ചൊറിയാൻ വന്നതാണ്, അറിയാൻ വന്നതല്ല എന്ന് മനസ്സിലായി. യൂസഫ് അലിയെ പറഞ്ഞയച്ചു. കുറേയായി, ഞാൻ ക്ഷമിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. 1 മണിക്കൂറൊന്നും നിൽക്കാൻ ഇനി എന്തായാലും പറ്റില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്കിനിയും ഖുർആനിലെയും ഹദീസിലെയും ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. അത് തന്നെയാണ് അജു. അതായത് നമുക്ക് നമ്മുടെ മതം വലുതാണെങ്കിൽ വീട്ടിൽ വെച്ചോ, സ്വന്തം മനസ്സിൽ വെച്ചോ, കുഴപ്പമില്ല. അടുത്തവന്റെ നെഞ്ചത്ത് കയറാൻ ചെന്നാൽ കൂറ്റി അട്ടിച്ച് തെറിപ്പിക്കും. ഇത് തന്നെയാണ് മറുപടി. അതിനെയും ഏതു മതക്കാരനായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം വിശ്വസിക്കാൻ പറ്റുന്ന അതേ സ്വാതന്ത്ര്യം നമുക്ക് ആ മതത്തെ വിമർശിക്കാനുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. തീരാവുന്ന വിഷയമേ ഉള്ളൂ. അല്ല, ഇതൊന്നും അറിയാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. അജു അസുരൻ, വെറുതെ വിട്ടേരെ, പോട്ടെ. രാത്രി തന്തയ്ക്ക് വിളി കേട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി സ്വസ്ഥമായിട്ട് വന്ന ഇതിനെയൊക്കെ ജനിപ്പിച്ച തന്തയും തള്ളയും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ ശരി, നമുക്കിനിയും നാളെ കാണാം. നന്ദി, ശുഭരാത്രി.